ഹായ് എവരി വൺ. ഇന്ന് വളരെയധികം എന്താ പറയുക മടിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കോളേജിലെത്തിയപ്പോഴാണ് അറിയുന്നത് ഇന്നൊരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പോയിട്ടോ. അപ്പം ഒന്നും അറിയാത്തൊരു അഹങ്കാരം ഞങ്ങളുടെ ആരെയും മുഖത്ത് ഇല്ല, പ്രത്യേകിച്ച് എൻ്റെ. കേരളമാണ് വിഷയം, പക്ഷേ കേരളത്തിനെ കുറിച്ച് ആകെ അറിയുന്നത് കേരള രൂപീകൃതമായത് 1956 എന്നതാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് സാറ് ക്വസ്റ്റ്യനൊക്കെ വാങ്ങിപ്പോയി. ഒന്നും പറയാനില്ല. 30 ജയിച്ചു. 10 തെറ്റാണെന്നാണ് എന്റെ ഒരു നിഗമനം. ഒന്നും പറയാനില്ല. ഗസ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും ഇതുവരെ കേട്ട് കേൾവില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ കേൾക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാം അതുപോലും ഇല്ല. ചില പദ്ധതികൾ ഉണ്ടെന്ന് പോലും ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ ധീരരോധന. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം ആ സങ്കടമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ചായ കുടിക്കാൻ പോകാൻ വെച്ചു. അപ്പം ഈ വെയിലത്താണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇത് ജയിൽ പുള്ളിനെ പിടിച്ചു കൊണ്ടുപോകുന്നല്ല കേട്ടോ, വെയിലായിട്ട് അങ്ങനെ തട്ടമൊക്കെ ഇട്ട് നടന്നതാണ്. അപ്പം ഇതൊക്കെയാണ് കടി. ഇതിൽ നീണ്ട് സെലക്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ വാങ്ങി. അപ്പം ലൈം വാങ്ങിയവരുണ്ട്, ബട്ടർ ബന്ന്, അങ്ങനെ കഴിക്കണ്ടേയും കുടിക്കണ്ടേയും തിരക്കില്ല. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ, ഈ സോഡ കുടിക്കുമ്പോൾ മാത്രം വരുന്നൊരു എക്സ്പ്രഷൻ കണ്ടോ? ഏതാല്ലേ ഈ എക്സ്പ്രഷൻ? വാരി വിതറാൻ നോക്കിയിട്ടില്ലേ? അതാണ്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാനായി. ഈ തിന്നാൾ വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചിരിക്കുക. അപ്പം സാന്ത പറയുക അവളെ മുഖത്ത് എന്താ ഗ്ലോ. സ്വന്തം തന്നെ പറഞ്ഞ് സ്വന്തം തന്നെ ആത്മസംതൃപ്തി നേടുകയാണ് ഗൈസ്. പിന്നെ ഇവരെന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഗോപികേൻ്റെ എക്സ്പ്രഷൻ നോക്കിയേ, ഉമ്മയൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഈ കോപ്രായങ്ങൾക്കിടയിൽ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അപ്പം നേരത്തെ വിട്ടിരുന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.